ഇന്നത്തെ വാർത്ത അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വന്ന ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് 2024 ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് നമ്മൾ ആരും തന്നെ ചെയ്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ഡിസംബർ 31 വരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ പെൻഷൻ ഗുണഭോക്താക്കളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് കൃത്യമായ രീതിയിൽ ഓഗസ്റ്റ് മാസം 31 ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കും തുടർന്ന് പെൻഷൻ തുക ലഭിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പെൻഷൻ തുക മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ വാർത്ത ഇപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയേക്കാം. 2023 ഡിസംബർ 31 വരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ഈ വർഷവും ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 2024 വാർഷിക ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ആണ് ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. വഴി നിങ്ങൾക്ക് ആധാർ കാർഡോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഐഡിയോ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും സംസ്ഥാന സർക്കാർ തുടർന്ന് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതെന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വാർഷിക മാസ്റ്ററിങ്ങിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും അവരുടെ ആധാർ കാർഡും അതുപോലെ തന്നെ ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറും കൂടി കയ്യിൽ കരുതാൻ വേണ്ടി മറക്കാൻ പാടില്ല. മാസം 25 മുതൽ അതായത് ഇന്നലെ മുതൽ ഓഗസ്റ്റ് മാസം 31 വരെയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കാനുള്ള കാലാവധി. ഒരു സമയപരിധിക്കകം തന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ കൈകളിലേക്കും അതുപോലെ തന്നെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക ലഭിക്കുന്നതായിരിക്കും. നിലവിലുള്ള കുടിശ്ശിക പെൻഷനിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം തീയതിയൊക്കെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു വരികയാണ്. വിശദമായ വിതരണ തീയതി ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.